ഇപ്പോൾ കോഴിക്കോട് പയ്യാനക്കലിൽ ബൂത്തിൽ നിന്ന് CPM പ്രവർത്തകനെ കസ്റ്റഡിയിൽ സംഭവത്തിൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ അടുത്ത് തടിച്ചുകൂടി CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ നമ്മൾ പോലീസിന്റെ അനൗൺസ്മെന്റ് അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്ന അനൗൺസ്മെന്റ് കേട്ട അതേ ബൂത്താണ്. ചക്കങ്കടവ് സ്വദേശി ശ്രീനിവാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർ അവിടെ പോലീസ് സ്റ്റേഷനിൽ മുന്നിലേക്ക് എത്തിയത്. അവിടെ ഈ പറയുന്ന എന്തോ സമുദായം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നൊക്കെയുള്ള ആരോപണം, അതിനിടയിൽ സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങൽ, ഷാനവാസ് മധുരോടെ വരുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അങ്ങോട്ടേക്ക് തിരികെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തനെ വിട്ടുകിട്ടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF പ്രവർത്തകർ പ്രതിഷേധമായി നിൽക്കുന്ന പയ്യാനക്കലിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ നീറു നിൽക്കുന്നത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ദിൽഷ തിരികെ വിവരങ്ങളുമായി. ദിൽഷ, ഇത് ഏകദേശം ഒരു ഉച്ച മുതൽ തുടങ്ങിയ ചെറിയ ഉരസലാണ്. ആ ഉരസൽ അങ്ങനെ കടുത്ത് തെരുവിലെ പ്രതിഷേധമായിട്ടൊക്കെ വരുന്നുണ്ട്. പ്രശ്നപരിഹാരമാവുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. കാരണം നമുക്കറിയാം, ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കോഴിക്കോട് പയ്യാനക്കൽ ബൂത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. LDF UDF പ്രവർത്തകർ തമ്മിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീട് ആ പ്രതിഷേധം പോലീസിന് നേരെയും ആകുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞ വോട്ട് പിടിക്കുന്നു എന്നാരോപിച്ചാണ് CPM പ്രവർത്തകർ രംഗത്തെത്തിയത്. UDF പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷവും കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. പോലീസ് കൂടുതൽ സേന എത്തി ഇവരെ നിയന്ത്രിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അവസാനമുള്ള വോട്ടർമാരും പുറത്തിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും ഈ ബൂത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് പയ്യാനക്കൽ GVHS സ്കൂളിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. ഏകദേശം 7 ബൂത്തുകളാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടാവുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു സംഘർഷത്തിന് ശേഷം CPM പ്രവർത്തകനായിട്ടുള്ള ശ്രീനിവാസൻ, കോഴിക്കോട് ചക്കുംകടവ് സ്വദേശിയായിട്ടുള്ള ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. ശ്രീനിവാസൻ ബഹളം വെക്കുകയും പോലീസിനെ മർദ്ദിച്ചു എന്നുമാണ് പരാതി. എന്നാൽ അത്തരത്തിലൊരു സംഭവം തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടായതിൽ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയതിൽ പോലീസ് ഇത്തരത്തിൽ പ്രതികാര നടപടി എടുത്തതാണ് എന്നാണ് CPM പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ശ്രീനിവാസന്റെ കുടുംബത്തിന്റെ പ്രതികരണം അടക്കം നമ്മൾ കണ്ടതാണ്. ഈ പോളിംഗ് അവസാനിച്ച ശേഷമാണ് ഇപ്പോൾ CPM പ്രവർത്തകർ സംഘടിച്ച് പന്നിയങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശ്രീനിവാസനെ ഇതിലെ പ്രശ്നം ഏതൊരു പോളിംഗ് ബൂത്തിലെ തർക്കം എന്നതിനപ്പുറം അവിടെ അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്തെ തെരഞ്ഞെടുപ്പ് സമയത്തെ വീറിൻ്റെയും വാശിയുടെയും ഒരു കാലുഷ്യം അവിടെയുണ്ട്. അപ്പോൾ ആ പ്രശ്നം വളരാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുണകരമാവില്ല, മേഖലയ്ക്ക് ഗുണകരമാവില്ല. അടിയന്തരമായി പരിഹരിക്കലാണ് പ്രധാനം. അതിന് രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമുണ്ട്. ഇതുവരെ ഇതുണ്ടായോ? തീർച്ചയായിട്ടും ഹാഷ്മി, നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. LDF നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുമായിട്ട് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മണിക്കൂറുകളായി ഇപ്പോൾ ശ്രീനിവാസനെ ഇതുവരെയും വിട്ടയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര സമയം ചർച്ച നടത്തിയിട്ടും ഇതിൽ പരിഹാരമാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇവിടെ CPM പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഇരിക്കുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം. അതായത് കോഴിക്കോട് പയ്യാനക്കലിൽ ഇത്ര വർഷത്തിനിടയ്ക്ക് ഈ പയ്യാനക്കൽ മേഖല കാണാത്ത തരത്തിലുള്ള അതീവ വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുതൽ തന്നെ ഈ ബൂത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചക്കുംകടവ് സ്വദേശിയായിട്ടുള്ള രമേശൻ എന്ന വ്യക്തി വോട്ട് ചെയ്യാനെത്തിയപ്പോൾ, അതായത് വോട്ടർമാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്, ഒരുപാട് വോട്ടർമാരുണ്ട്. നീണ്ട സമയം ക്യൂവിൽ നിന്ന ശേഷം വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് രമേശന്റെ വോട്ട് മറ്റാരോ ചെയ്തു പോയതായിട്ട് അറിയുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതൊന്ന് അടങ്ങിയ ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ LDF UDF പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായി. അവിടെ അവിടുത്തെ പ്രശ്നം ഇപ്പൊ ആദ്യമായി പയ്യാനക്കൽ ഉണ്ടാവുന്നത് ആണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. 2019 സമാനമായി സംഭവിച്ചിട്ടുണ്ട്. അവിടെ ചക്കുംകടവ് ജംഗ്ഷനിൽ കൊട്ടിക്കലാശത്തിനിടെ UDF LDF സംഘർഷമുണ്ടായി. നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന LDF പ്രവർത്തകനെ തൂക്കിയകത്ത് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് ഈ പറയുന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അതിനകത്ത് സ്ഥാനാർത്ഥി കയറി കാര്യമടക്കം മാധ്യമങ്ങളോട് വിശദീകരിച്ചുള്ള പക തീർക്കാണ് പോലീസ് എന്ന് പറയുന്നത് LDFന്റെ ആരോപണം. ശ്രീനിവാസൻ LDFന്റെ പ്രവർത്തകനാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ശ്രീനിവാസനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധം. ഈ പറയുന്ന പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ എന്നൊക്കെയുള്ള തുടങ്ങുന്ന പഴയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ആ മുദ്രാവാക്യങ്ങൾ പുരോഗമിക്കുന്നത്.
നേരത്തെ പറഞ്ഞത് 2019 കുട്ടിക്കലാശത്തിനിടെ അവിടെ ഇതേ ജംഗ്ഷനിൽ ചക്കുംകടവ് ജംഗ്ഷനിൽ LDF UDF സംഘർഷമുണ്ടായിരുന്നു. അന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതാണ്. അന്ന് ഒരു കടയുടെ മുൻവശത്തെ വലിയ ഗ്ലാസൊക്കെ തകർന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് പ്രശ്നം വളരാൻ വിട്ടാൽ വല്ലാതെ വളരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ ഇടപെടൽ പരിഹാരത്തിൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ ചാർജറായി നിൽക്കുന്ന പ്രവർത്തകരാണ്. ചാർജറായി നിൽക്കാനുള്ള കാരണം കഴിഞ്ഞ 15 ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിശക്തമായ വീറും വാശിയുമുള്ള പ്രചരണത്തിന്റെ കാലുഷ്യം അവരുടെ ഹൃദയങ്ങൾ മനസ്സിൽ ഉറപ്പായുമുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഒന്നും പോകാതിരിക്കലാണ് ഭംഗി. അപ്പോൾ ഇതിപ്പോ എങ്ങനെയാണ് പരിഹാരമെന്നറിയില്ല. ദിൽഷ തലേൻ വിവരങ്ങൾ വെച്ചു. ദിൽഷ, ഇതിൽ LDF അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു കരുതി വിരോധം തീർക്കുന്നു കരുതി പ്രവർത്തനം വിട്ടയക്കൽ സാധ്യമല്ല. പക്ഷെ ഒരു പരിഹാരം ഉണ്ടാവുകയും വേണം. എങ്ങനെയാണ് ഒരു പരിഹാര സാധ്യത? തീർച്ചയായിട്ടും ഹാഷ്മി, അതായത് ഇപ്പോൾ LDFന്റെ ജില്ലാ നേതൃത്വം ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്തെ വാർഡ് കൗൺസിലർമാരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ പന്നിയങ്കര പോലീസുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ UDFന് അനുകൂലമായിട്ട് UDF പ്രവർത്തകർക്ക് അനുകൂലമായിട്ടാണ് പോലീസ് നടപടിയെടുക്കുന്നത് എന്നൊരു ആരോപണമാണ് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്നത്. അതായത് ഫൈസൽ ബാബു മതം പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുസാഫർ അഹമ്മദ്, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്താനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ വാർഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർമാരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് ഇപ്പോൾ M മെഹബൂബും അതുപോലെ തന്നെ മുസാഫർ അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നം അവിടെ ഉടലെടുത്ത സമയം മുതൽ തന്നെ LDF പ്രവർത്തകർ പോലീസിന് പരാതി നൽകിയെങ്കിലും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഫൈസൽ ബാബുവിനെതിരെ ഇത്തരത്തിൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന പരാതിയിൽ നേരത്തെ തന്നെ പോലീസിനെ ആ വിഷയത്തിൽ ആ ബൂത്തിൽ വെച്ച് തന്നെ അറിയിച്ചെങ്കിലും വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, NDA സ്ഥാനാർത്ഥി T രനീഷ്, അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ എന്നിവരെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ ഫൈസൽ ബാബു ആണ് ഇത്തരത്തിലൊരു മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. അത് അപ്പോൾ തന്നെ കൃത്യമായി സൂചിപ്പിച്ചെങ്കിൽ പോലും പോലീസ് അത് വേണ്ട രീതിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സംഘർഷങ്ങൾ ഉടലെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.